പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ കീഴിലെ സംയോജിത മത്സ്യബന്ധന വികസനത്തിന് പരിപാലനത്തിനായി 8 കോടി രൂപയും മറൈൻ ആംബുലൻസുകൾക്കായി 2.5 കോടി രൂപയും സമ്പാദ്യ സമാശ്വാസ പദ്ധതിക്ക് 22 കോടി രൂപയും വകയിരുത്തുന്നു. മത്സ്യകൃഷി ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി അക്വാകൾച്ചർ വികസന പദ്ധതിക്ക് വിഹിതം 70 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ അക്വാകൾച്ചർ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് 7.11 കോടി രൂപയും വകയിരുത്തുന്നു. കടൽ സുരക്ഷാ പദ്ധതിക്കായിട്ട് 3 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ വികസനത്തിനായി മുൻവർഷത്തെക്കാൾ 7 കോടി വർദ്ധിപ്പിച്ച് 183.98 കോടി രൂപ വകയിരുത്തുന്നു. ഇത് തീരദേശ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ മാനവശേഷി വികസനത്തിനുമായി 143 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, പുനർഗേഹം പദ്ധതിക്ക് 4.2 കോടി രൂപ വർദ്ധിപ്പിച്ച് 60 കോടി രൂപയിൽ നിന്നും 64.2 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. സംയോജിത തീരദേശ വികസനത്തിന് 15 കോടി ആയിട്ട് നിശ്ചയിക്കുന്നു. മത്സ്യബന്ധന തൊഴിലാളികൾക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിക്കായിട്ട് 10 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ മേഖലയുടെ അടിസ്ഥാന സൌകര്യങ്ങളും മാനവശേഷി വികസനം എന്ന പദ്ധതിക്ക് 69 കോടി വകയിരുത്തുന്നു. മത്സ്യബന്ധനങ്ങളുടെ തുറമുഖങ്ങളുടെ അറ്റകുറ്റപ്പണികളും മണ്ണ് നീക്കലും പദ്ധതിക്ക് 12.3 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യ ഫാമുകളുടെ കാര്യത്തിനായി 18 കോടി രൂപ വകയിരുത്തുന്നു. മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് 13.31 കോടി രൂപ വകയിരുത്തുന്നു. നിലവിലെ മത്സ്യബന്ധന തുറമുഖങ്ങളുടെ ആധുനികവൽക്കരണത്തിനും കടൽപ്പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണത്തിനുമായി 20 കോടി വകയിരുത്തുന്നു. സംയോജിത മത്സ്യവികസന പ്രോജക്ടിനായി 12 കോടി വകയിരുത്തുന്നു. സർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 288.6 കോടി രൂപ വകയിരുത്തുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വിവിധ വകുപ്പുകൾ ഏകോപിത പ്രവർത്തനം ഉറപ്പാക്കിക്കൊണ്ട് നാം ബൃഹത്തായ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സ്മാർട്ട് ഫിസിക്കൽ ബാരിയറുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വന്യജീവി ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടുത്തൽ, ജനബോധവൽക്കരണം, റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും പ്രാഥമിക പ്രതികരണ ടീമുകളും ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നു. 793 കിലോമീറ്റർ നീളത്തിൽ പുതിയ സോളാർ വേലികൾ സ്ഥാപിക്കുകയും പ്രവർത്തനരഹിതമായിരുന്ന 1954 കിലോമീറ്റർ സോളാർ വേലികൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സംസ്ഥാന തലത്തിലും ഡിവിഷൻ തലത്തിലും എമർജൻസി ഓപ്പറേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാനത്തിന് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ വന്യജീവി സംഘർഷങ്ങളുടെ നഷ്ടപരിഹാര തുക ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നവയിലൊന്നാണ് സർ. വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർക്കും വളർത്തുമൃഗങ്ങൾക്കും ജീവഹാനി സംഭവിക്കുന്ന വന്യമൃഗ സംഘർഷങ്ങൾ കൂടുതൽ ലഘൂകരിക്കുകയും അതിവേഗം ഫലപ്രദമായ പരിഹാരങ്ങൾ നടപ്പാക്കുകയുമാണ്. ഇതിനായിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് മുൻവർഷത്തേക്കാൾ 29.6 കോടി രൂപ വർദ്ധിപ്പിച്ച് 100 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണ എന്ന പദ്ധതിയുടെ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിന് 50 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യ വ്യവസ്ഥനായി 50.3 കോടി രൂപ വിലയിരുത്തുന്നു. തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. കോഴിക്കോട് ബയോളജിക്കൽ പാർക്കിലെ പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപ വകയിരുത്തുന്നു. വിപണനം, സംഭരണം, വെയർഹൌസിംഗ്. സർ, കാർഷിക വിപണനം, സംഭരണം, വെയർഹൌസിംഗ്, മറ്റു പരിപാടികൾ എന്നിവയ്ക്കായി 124.31 കോടി രൂപ വകയിരുത്തുന്നു. 43.9 കോടി രൂപ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സഹായ പദ്ധതിക്കായും 10 കോടി രൂപ RIDF കീഴിൽ കാർഷിക അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും 8 കോടി രൂപ വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലന മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കും 2 കോടി രൂപ കർഷക ക്ഷേമ ഫണ്ട് ബോർഡിന് വേണ്ടിയുമാണ്. ഗ്രാമവികസനം. സർ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതി ത്വരിതപ്പെടുത്തുന്നതിന് ഗ്രാമവികസന മേഖലയ്ക്ക് വൻ പ്രാധാന്യമാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത്. ഗ്രാമവികസന മേഖലയ്ക്ക് 1997.91 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തേക്കാൾ 69.58 കോടി രൂപ അധികമാണ്. ഇതിൽ ഗ്രാമവികസന പരിപാടികൾക്ക് 510.10 കോടിയും സാമൂഹ്യ വികസനത്തിനും പഞ്ചായത്തിനുമുള്ള 1399.81 കോടിയും ഉൾപ്പെടുന്നു. സർ, കുടുംബശ്രീ, സൂക്ഷ്മ സംരംഭങ്ങൾ, പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി കുടുംബശ്രീയുടെ ബജറ്റ് വിഹിതം 275 കോടിയായി വകയിരുത്തുന്നു. ഗുണമേന്മയുള്ള ചിക്കൻ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതി വ്യാപിപ്പിക്കും. സർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2026-27 വർഷത്തിൽ EPEP 2.0 എന്ന പേര് തുടരുന്നതാണ്. ദാരിദ്ര്യമുക്തമായ കുടുംബങ്ങളെ തുടർന്ന് പിന്തുണയ്ക്കാനും അവർക്ക് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് മടങ്ങുന്നത് തടയാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്യാപ് ഫണ്ടായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കിലയ്ക്ക് 32.5 കോടി രൂപ വകയിരുത്തുന്നു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള പരിശീലനത്തിനും ഗ്രാമനഗര പ്രദേശങ്ങളിലെ സേവനം മെച്ചപ്പെടുന്നതിനും പ്രത്യേക ഊന്നൽ നൽകും. മുൻവർഷത്തെ അപേക്ഷിച്ച് 3.18 കോടി രൂപയുടെ വർധനവ് ആണിത്. കിലയിൽ ഒരു അംബേദ്കർ അനുവദിക്കുന്നതിനായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇൻഫർമേഷൻ കേരള മിഷൻ ഉള്ള വിഹിതം 10 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റികളുടെ പ്രവർത്തനത്തിനായി 20.2 കോടി രൂപ നൽകുന്നു. ഉപജീവന ദൌത്യങ്ങൾ. ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിന്റെ ഭാഗമായി ജനറൽ പട്ടികജാതി പട്ടികവർഗ ഘടകങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതമായി 99.9 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 36.8 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർ, ദീൻദയാൽ ഉപാധ്യായ പദ്ധതിയുടെ സംസ്ഥാന വിഹിതം ജൻ ആജീവിക യോജന ഷെയറിന്റെ ഭാഗം കേരളത്തിന്റെ സംസ്ഥാന വിഹിതമായി 39 കോടി രൂപ വകയിരുത്തുന്നു. സർ,
പ്രധാനമന്ത്രി ആവാസ് യോജന കേന്ദ്രവിഹിതം വളരെ കുറവായതിനാൽ ഈ പദ്ധതി ലൈഫ് മിഷനുമായി സംയോജിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. ഇതിലൂടെ ഓരോ വീടിനും 4 ലക്ഷം രൂപ വീതം ഉറപ്പാക്കുന്നു. PMAY ഗ്രാമീൺ പദ്ധതിയുടെ യൂണിറ്റ് നിരക്ക് 1.2 ലക്ഷം രൂപ മാത്രമാണ്. PMY അർബൻ പദ്ധതിയുടെ യൂണിറ്റ് ചെലവ് 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ രണ്ട് പദ്ധതികളുടെ യൂണിറ്റ് നിരക്ക് 4 ലക്ഷം രൂപയായി ഉയർത്തുന്നതിനുള്ള ബാക്കി തുക തദ്ദേശ സർക്കാരുകളാണ് നൽകുന്നത്. PMAY ഗ്രാമീണ തൊഴിൽ മേഖലയിലെ 40% സംസ്ഥാന വിഹിതം നൽകുന്നതിനായി ആകെ 110.01 കോടി രൂപ വകയിരുത്തുന്നു. PMGSY സർ, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയ്ക്ക് കീഴിൽ സംസ്ഥാന വിഹിതമായി 95 കോടിയും ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി 30 കോടിയും വകയിരുത്തുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട്, കുട്ടനാട് പാക്കേജുകൾ സർ, കാസർഗോഡ് വികസന പാക്കേജിനായി അധികമായി 80 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് പാക്കേജിന് 75 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് പാക്കേജിന് 80 കോടി വകയിരുത്തുന്നു. സർ, ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സർ, ലോകത്തിലെ ഏറ്റവും ക്ലീൻ പമ്പ പദ്ധതി സർ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. പമ്പാ നദി മാലിന്യമുക്തമാക്കുവാൻ ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണം സർ, സഹകരണ മേഖലയ്ക്കായി ആകെ 142.52 കോടി രൂപ വകയിരുത്തുന്നു. വിദേശത്തുള്ള മക്കളുടെ അഭാവത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കൾക്ക് സമഗ്ര പരിചരണം പ്രദാനം ചെയ്യുന്നതിനായി നടപ്പിലാക്കുന്ന കോപ്പറേറ്റീവ് കെയർ ജീറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് സെന്ററുകൾ എന്ന പദ്ധതി 21.40 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണ മേഖലയുടെ നൂതന കാർഷിക പദ്ധതിയായ സീട്ട 35 കോടി രൂപ വകയിരുത്തുന്നു. ഇതിന്റെ ഭാഗമായി നാളികേര വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനായി +1 പദ്ധതി ഈ വർഷം നടപ്പിലാക്കുന്നതാണ്. പ്രാഥമിക കാർഷിക വ്യാപാര സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15.95 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് സംസ്ഥാന വിഹിതമായി 7 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, കേപ്പിന്റെ വിവിധ പദ്ധതികൾക്ക് വികസനത്തിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, SC/ST ഫെഡറേഷന്റെ പുനരുദ്ധാരണം, മൂലധന സഹായം തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 3.54 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള നെല്ല് സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘത്തിന് കാപ്കോസിന് കീഴിൽ കോട്ടയം ഏറ്റുമാനൂരിൽ റൈസ് മിൽ പദ്ധതിയുടെ നിർമ്മാണം നടത്താനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും സർ, ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 623.85 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ വൻകിട ഇടത്തരം ജലസേചനത്തിനായി 233.82 കോടിയും ചെറുകിട ജലസേചനത്തിനായി 206.96 കോടിയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.5 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനായി 181.5 കോടി രൂപയും വകയിരുത്തുന്നു.